ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പേര് തൻവി സുനീഷ്. വൈകുന്നേരത്തോടെയാണ് കാണാതായത്. വൈകുന്നേരത്തോടെയാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. സ്വാഭാവികമായും വൈകുന്നേരം വീട്ടിലെത്താത്തതിനെ തുടർന്നായിരിക്കും രക്ഷിതാക്കൾ അന്വേഷിച്ചിട്ടുണ്ടാവുക. സമയം കഴിഞ്ഞിട്ടും എത്താത്തതിനെ തുറന്നും കൂടിയായിരിക്കണം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ടാവുക. എന്തായാലും ഈ സമയവും കുട്ടി തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളത് ആശങ്കാജനകമായൊരു സംഗതിയാണ്. പോലീസിന് ഇപ്പോൾ അന്വേഷണത്തിൽ ഒരു തുമ്പ് ലഭിക്കുന്നതിന് വേണ്ടി അവർക്കിപ്പോൾ ഒരു CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. തിരിച്ചു വരുന്നതിനിടെ ലഭിച്ച ഒരു CCTV ഇമേജാണത്. അതിൽ യൂണിഫോം ഇട്ട് സൈക്കിളിൽ തന്നെ മടങ്ങി വരുന്ന രീതിയിലുള്ള ഒരു ഇമേജാണ്. ഒരു ഗ്രേയും ഒപ്പം റോസ് കളറിലുള്ള യൂണിഫോമാണ്. ആ രീതിയിൽ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ച, യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഈ സമയവും കാണുകയാണെങ്കിൽ സമീപത്ത് പോലീസിനെ അറിയിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം സ്കൂൾ വിട്ട് വരേണ്ട സമയത്തും വരാതിരുന്നതിനെ തുടർന്ന് പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയത്. പോലീസിന് ഇതിനകം മണിക്കൂറുകളോളം അന്വേഷണം നടത്തിയിട്ടും കാര്യമായ ലീഡിലേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്ക കൂട്ടുന്ന ഒരു സംഗതിയാണ്. സ്വാഭാവികമായും കുട്ടി പോകാനിടയുള്ള വഴികൾ, സഞ്ചരിക്കാനിടയുള്ള വഴികൾ, കയറാൻ സാധ്യതയുള്ള മേഖലകൾ, ഇതൊക്കെ പോലീസിന് അറിയിച്ചിട്ടുണ്ടാകും. കുടുംബം ആ വഴികളിലൂടെയൊക്കെ പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ടാകും. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കുട്ടി കയറിയതായുള്ള സൂചനകളും സംശയങ്ങളും ഈ ഘട്ടത്തിലുണ്ട്. ആ വഴികളിലൊക്കെ പോലീസ് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സമയവും കുട്ടി എവിടെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ തുമ്പോ സൂചനകളോ പോലീസിന് ലഭിച്ചിട്ടില്ല. മുഹ്സിന അസു തുടരുന്നുണ്ട്. മുഹ്സിന, നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലാകെയുള്ളത് ആ ഒരു CCTV ഇമേജ് മാത്രമാണ്. പോലീസിൻ്റെ പക്കലും അത് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ സമയവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുകിൽ ആ CCTV ഇമേജ് വെച്ച് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ലീഡുകൾ വെച്ച് പോലീസ് കുറെ കൂടി അന്വേഷണത്തിൽ മുന്നോട്ട് പോയി എന്നുള്ള ഒരു പ്രതീക്ഷാവഹമായ കാര്യം ഈ ഘട്ടത്തിൽ സൂചനകളായിട്ടുണ്ടോ? പ്രധാനമായും പോലീസ് നൽകുന്ന വിവരം ഇത്ര മാത്രമാണ്. അതായത് കുട്ടി 4:30 ശേഷം പച്ചാളത്ത് എന്നുള്ള CCTV ദൃശ്യമാണ് പോലീസ് ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ കയ്യിലുള്ള ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന നിർണായകമായ ദൃശ്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പോലീസ് ഇതിനെ സംബന്ധിച്ച് അവർ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ തന്നെയാണ് മാധ്യമങ്ങളോട് അടക്കം പറയുന്നത്. പക്ഷേ ഈ CCTV ദൃശ്യത്തിന് അപ്പുറത്ത് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പോലീസ് അത് പങ്കുവെക്കേണ്ടതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദൃശ്യത്തിനപ്പുറം പോലീസിന് നിലവിൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നഗരത്തിന്റെ പല ഭാഗങ്ങൾ മുക്കും മൂലയും അരിച്ചുപെറുക്കി തന്നെ കൊണ്ടാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുതുവൈപ്പ് ബീച്ച്, അതുപോലെ തന്നെ പനമ്പള്ളി നഗർ, ഈ എറണാകുളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ കുട്ടി സഞ്ചരിച്ച ആ ഭാഗം തന്നെ, ഈ പച്ചാളം കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത പ്രദേശങ്ങൾ, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പോലീസ് അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കുട്ടിയുടെ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചും അവരോട് ഈ മാതാപിതാക്കളോടൊക്കെ തന്നെ പോലീസ്, ബന്ധുക്കളോടൊക്കെ തന്നെ പോലീസ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നുമുണ്ട്. ഈ അത്തരത്തിൽ ഈ കുട്ടിയുടെ ദൃശ്യം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കുട്ടിയെ ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു ഇൻഫർമേഷൻ ലഭിക്കുന്ന ആളുകൾ എളമക്കര പോലീസുമായി അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള പരിശോധന തന്നെയാണ് പോലീസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ കുട്ടിയെ പിന്നീട് വീട്ടിലേക്കുള്ള യാത്ര തുടർന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും അവിടെ തങ്ങിയിട്ടില്ല. അതിനുശേഷം വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞാണ് കുട്ടി ഇറങ്ങിയിരിക്കുന്നത്. വീട്ടിലേക്കുള്ള ആ വഴി തന്നെയാണ്, ഈ പച്ചാളം ഭാഗം തന്നെയാണ് ഈ CCTV പതിഞ്ഞിരിക്കുന്നതും. പക്ഷേ അതിനുശേഷം കുട്ടി എങ്ങോട്ട് പോയി എന്നതാണ് ഈ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും വൈകുന്നേരം 4:30 കൂടിയാണ് എളമക്കര സരസ്വതി വിദ്യാനികേതന സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരം നമുക്ക് മനസ്സിലായി. ഏകദേശം 5 മണിക്ക് ശേഷമാണ് കുടുംബം, അതായത് സന്ധ്യയോടുകൂടി തന്നെയാണ് കുടുംബം ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതുവരെയും കുട്ടി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു കുട്ടിയുടെ കുടുംബത്തിനുണ്ടായിരുന്നത്. പക്ഷേ സന്ധ്യ കഴിഞ്ഞും കുട്ടി എത്താത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുകയും ഇപ്പോൾ വ്യാപകമായ ഒരു അന്വേഷണത്തിന് തുടക്കമിടുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും വാഹന പരിശോധന അടക്കം നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടി
സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ അത് ഒരു ഐഡന്റിറ്റി അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആ ദൃശ്യം തന്നെ, ആ CCTV-യിൽ പതിഞ്ഞ ദൃശ്യം തന്നെയാണ് പരമാവധി ഇപ്പോൾ ഷെയർ ചെയ്യപ്പെടുന്നതും. ആ തരത്തിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുന്ന ആളുകൾ ഈ തരത്തിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നത്. സൈഫുദ്ദീൻ.